ഇന്ന് പല മത നേതാക്കന്മാരെ കുറിച്ചുള്ള വാർത്തകളും പുറത്തു വരാറുണ്ട്. അത്തരത്തിൽ ബഹുഭാര്യ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ മത നേതാവായിരുന്ന വാറൻ ജെഫ്സിനെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അമേരിക്കയിലെ അരിസോണയിലുള്ള ഒരു പട്ടണത്തിൽ താമസിക്കുന്ന ഇയാൾക്ക് 79 ഭാര്യമാരുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇദ്ദേഹം പലപ്പോഴും തന്റെ സമൂഹത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യുകയും താൻ ദൈവത്തിന്റെ മനുഷ്യരൂപമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ വർഷങ്ങളോളം നിരവധി ഭാര്യമാരുമായി ജീവിച്ച വാറൻ ജെഫ്സി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അദ്ദേഹം താമസിക്കുന്ന ഈ വിചിത്രമായ പട്ടണത്തെക്കുറിച്ചും പ്രശസ്ത ട്രാവൽ ബ്ലോഗർ ഡ്രൂ ബിൻസ്കിയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. വാറൻ ജെഫ്സിന്റെ 65ാമത്തെ ഭാര്യയായ ബ്രിയൽ ഡെക്കർ എന്ന യുവതിയുമായി നടത്തിയ സംഭാഷണത്തിനിടെയാണ് തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവർ പങ്കുവച്ചത്. 44 മുറികളുള്ള ഒരു വലിയ മാളികയിലാണ് യുവതി വാറനൊപ്പം താമസിച്ചിരുന്നത്. അമേരിക്കയിലെ അരിസോണയിലെ കൊളറാഡോ സിറ്റിയിലെ ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു ഇവരുടെ താമസം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഫണ്ടമെന്റലിസ്റ്റ് ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലേറ്റർ ഡേ സെയിൻറ്റ്സ് എന്ന ക്രൈസ്തവ സഭയുടെ നിയമങ്ങളായിരുന്നു ഇവർ പിന്തുടർന്നിരുന്നത്. തനിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന വാറൻ തന്റെ മതപരമായ സ്വാധീനം ഉപയോഗിച്ചാണ് നിരവധി സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്തിരുന്നത്. ഇയാളുടെ ഭാര്യമാരിൽ 12 വയസ്സുവരെ പ്രായമുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു. ഒടുവിൽ വാറൻ ജെഫ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയുമായിരുന്നു. തന്റെ സുഹൃത്ത് സാമിന്റെ സഹായത്തോടെ ബിൻസ്കി പകർത്തിയ ബ്രിയൽ ഡെക്കർ എന്ന യുവതിയുടെ വീഡിയോ ആണ് ചർച്ചാ വിഷയമായി മാറിയത്. അവർ ജെഫ്സിനൊപ്പം താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വീഡിയോയും ചിത്രീകരിച്ചത്. പോലീസിന് പിടികൊടുക്കാതെ ഒളിച്ചു താമസിക്കുന്നതിനിടയിലാണ് വാറൻ ജെഫ്സി ഈ യുവതിയെ വിവാഹം കഴിച്ചത് എന്നാണ് പറയുന്നത്. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. FBI-യുടെ 10 മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടികയിൽ വാറൻ ജെഫ്സിന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. 2006-ൽ 11 ലക്ഷത്തിലധികം വ്യൂസ് നേടി ഇദ്ദേഹം പങ്കുവെച്ച വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് FBI വാറൻ ജെഫ്സിനെ അറസ്റ്റ് ചെയ്തത്.